ഹായ് ഹലോ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? ഞങ്ങളും സുഖമായിട്ടിരിക്കണം കേട്ടോ. രാവിലെ അമ്മയും മക്കളും കൂടി എങ്ങോട്ടോ ഓടുന്നതാണോ എല്ലാവരും ചിന്തിക്കണേ. നമുക്ക് ബാംഗ്ലൂർ മാതവാര എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ചക്കുളത്ത് കാവുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പൊങ്കാലയായിരുന്നു. അപ്പോൾ പൊങ്കാല ഇടാൻ വേണ്ടി പോകാനുള്ള ഓട്ടമാണ് കണ്ടത്. രാവിലെ 4 മണി 5 മണി സമയത്ത് തന്നെ എല്ലാവരും വന്ന് അടുപ്പും വിറകും ഒക്കെ പിടിച്ചു വെക്കും കേട്ടോ. നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് സ്ഥലം പിടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വന്നത് ഒരു 7 മണിയുടെ ഉള്ളിലാണ് ഞങ്ങൾ എത്തിയത്. അപ്പോൾ എത്തിയപ്പോൾ കാണുന്ന കാഴ്ചയാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ നമുക്ക് അടുപ്പും അതുപോലെ തന്നെ കലവും ഒക്കെ അവർ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ നമുക്കിങ്ങനെ നമ്മളുടെ കൂപ്പൺ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, 300 രൂപയായിരുന്നു നമ്മുടെ കൂപ്പണിൻ്റെ വില കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് അരി, ശർക്കര അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടും. പിന്നെ ഇല, ചന്ദനത്തിരി, അതുപോലെ ഗണപതിക്ക് വെക്കാനുള്ള അവൽ, മലര്, പിന്നെ നെയ്യ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്കിവിടെ നിന്ന് തന്നെ വാങ്ങാം. അപ്പോൾ അതിനായിട്ട് ഒരു സ്റ്റോറുണ്ട്, അവിടെ നമ്മൾ ക്യൂ നിന്നിട്ട് അങ്ങനെ വാങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും എത്തി, വേഗം വേഗം എല്ലാവരും എത്തിയിട്ട് എല്ലാം സെറ്റ് ചെയ്യുകയാണ് കേട്ടോ. 9 മണിയൊക്കെ ആവും പൊങ്കാല ഇടാൻ. അപ്പോഴത്തേക്കും എല്ലാവരും വിറകൊക്കെ എടുത്ത് കലമൊക്കെ എടുത്ത് സെറ്റാക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇതാ ഞങ്ങളും കലമൊക്കെ എടുത്ത് കഴുകി അതിൽ മഞ്ഞളും കുങ്കുമവും ഒക്കെ തൊട്ട് കൊടുത്തു. പിന്നെ വെള്ളമൊക്കെ എടുത്തിട്ട് വന്നു. അങ്ങനെയുള്ള ഓരോ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഈ ചക്കുളത്ത് അമ്പലത്തിൽ വന്നിട്ട് പൊങ്കാല ഇടുന്നത്. 2 പ്രാവശ്യം ആറ്റുകാൽ അമ്പലത്തിലെ പൊങ്കാല നമ്മളിവിടെ ബാംഗ്ലൂർ സംഘടിപ്പിച്ച സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് എൻ്റെ പൊങ്കാല എക്സ്പീരിയൻസ് കേട്ടോ. അപ്പോൾ അത് അടുത്തുള്ള ചേച്ചിമാരൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്ത് കോലമൊക്കെ ഇങ്ങനെയൊക്കെ ഓരോന്നും ഇട്ടൊക്കെ തന്ന് അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഇത് ചക്കുളത്ത് അമ്പലത്തിലെ ഫസ്റ്റത്തെ പൊങ്കാലയാണ് കേട്ടോ. പിന്നെ പൊങ്കാല നമ്മൾ ഇടുവാണെങ്കിൽ മെയിനായിട്ട് 9 ദിവസത്തെ നൊയമ്പ് വ്രതം, അതല്ലെങ്കിൽ 7, പിന്നെ 5, 3, 1 അങ്ങനെയുള്ള ദിവസങ്ങളിലാണ് നമ്മൾ വ്രതമൊക്കെ എടുക്കേണ്ടത് കേട്ടോ. എന്താണെങ്കിലും തലേ ദിവസമെങ്കിലും വ്രതം എടുത്തിട്ട് വേണം പൊങ്കാല ഇടാൻ കേട്ടോ. അപ്പോഴാണ് നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കാനും. ദേവി നമ്മൾ എന്ത് ചെയ്യുവാണെങ്കിലും നല്ല വ്രതശുദ്ധിയോടുകൂടി ചെയ്യണം എന്നാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുക കേട്ടോ പൊങ്കാല ഇടുന്ന സമയത്ത്. പിന്നെ പൊങ്കാല അപ്പോൾ ഇനി എങ്ങനെ പൊങ്കാലയുടെ ദിവസത്തിൽ ചെയ്യേണ്ടതെന്നൊക്കെ ഒന്ന് നോക്കിയാലോ. പൊങ്കാല ഇടാനാണെങ്കിൽ നമുക്കവിടെ അടുപ്പിനായിട്ട് 3 ഇഷ്ടിക കല്ലുകൾ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മളവിടെ 3 എണ്ണം കറക്റ്റ് അടുപ്പിൻ്റെ പാകത്തിൽ വെക്കുക. എന്നിട്ട് കലം ഉണ്ടാവുമല്ലോ, ചെറിയ മൺകലം അവർ തരും. അപ്പോൾ ആ മൺകലത്തിൽ വെള്ളമൊക്കെ ഒഴിച്ച് കഴുകി വൃത്തിയാക്കുക നന്നായിട്ട്. അതിനുശേഷം അതിന് ഓട്ടയൊന്നും ഉണ്ടാവില്ല, ചിലവരതിൽ വെള്ളമൊക്കെ ഒഴിച്ച് നോക്കുന്നത് കാണാം, എങ്ങാനും ഓട്ടയുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുക. അതിനുശേഷം നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് ഈ അടുപ്പിൻ്റെ മേലെ കലം വെച്ചിട്ട് അതങ്ങനെ സെറ്റ് ചെയ്യാം. അതുപോലെ ഈ നമ്മുടെ മൺകലത്തിന്, നമ്മൾ പൊങ്കാല ഇടുന്ന കലത്തിന് നല്ല ഭംഗിയിൽ നമുക്ക് ഡെക്കറേറ്റ് വേണമെങ്കിൽ ചെയ്യാം. അതായത് പൂവും പിന്നെ മുല്ലപ്പൂവൊക്കെ വെച്ച്, അതുപോലെ മഞ്ഞളും കുങ്കുമം, ദേവിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. മഞ്ഞളും കുങ്കുമം ഒക്കെ തൊട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഈ വെക്കുന്ന ഇഷ്ടിക കല്ലിനാണെങ്കിലും അങ്ങനെ മഞ്ഞളും കുങ്കുമം ഒക്കെ തൊട്ട് കൊടുത്ത് നമ്മുടെ കലത്തിന് നല്ല ഭംഗിയാക്കാം കേട്ടോ. പിന്നെ മുല്ലപ്പൂവിൻ്റെ മാലയൊക്കെ വെച്ചിട്ട് കലത്തിൻ്റെ ചുറ്റും ഇങ്ങനെ കെട്ടിക്കൊടുക്കുക. അതുപോലെ ജമന്തിപ്പൂവും റോസും ആ ഫ്ലവേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് കലത്തിൻ്റെ ചുറ്റും ഈ ഇഷ്ടികയുടെ മേലെയൊക്കെ ഫ്ലവേഴ്സ് വെച്ച് കൊടുത്തിട്ട് നല്ല ഭംഗിയാക്കി എടുക്കാം കേട്ടോ. ഞാൻ കലത്തിൻ്റെ മേലെ ഈ മുല്ലപ്പൂമാല വെച്ച് കെട്ടാറില്ല. കാരണം നമ്മൾ പിന്നെ അടുപ്പൊക്കെ കത്തിക്കണ സമയത്ത് വെറുതെ ആ പൂവൊക്കെ ഇങ്ങനെ കരിഞ്ഞു പോകും. അപ്പോൾ അതിനേക്കാൾ നല്ലത് ചുറ്റുവട്ടത്ത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ പൂവൊക്കെ വെച്ച് കൊടുത്തു, അത്രയേ ചെയ്തുള്ളൂ. പിന്നെ നമ്മൾ ഗണപതിക്കുള്ള ഒരു ഇത് റെഡിയാക്കണം കേട്ടോ. അതിനായിട്ട് നമുക്ക് ഇലയൊക്കെ അവർ തന്നിട്ടുണ്ട്. പിന്നെ ഒരു പൊതിയിൽ അവലുണ്ടായിരിക്കും, അപ്പോൾ അവൽ അതിൽ വെച്ച് കൊടുക്കുക. പഴം ഉണ്ടായിരിക്കും, അതുപോലെ അത് വെച്ച് കൊടുക്കുക. പിന്നെ നെയ്യ്, ഒരു ചെരാത് തന്നിട്ടുണ്ടാവും, അതിൽ നമ്മൾ നെയ്യ് ഒഴിച്ചിട്ട് തിരിയിട്ട് വെക്കുക. അത്രയും ചെയ്തിട്ടുണ്ട്. പിന്നെ ശർക്കര ഉണ്ടാവും നമുക്ക് തന്നത്, അപ്പോൾ അത് കൂടി നമ്മൾ ഈ ഗണപതിക്ക് വെക്കുന്നതിൽ കുറച്ച് വെക്കുന്നുണ്ട്. പിന്നെ ചന്ദനത്തിരി, കർപ്പൂരം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവർ തന്നിട്ടുണ്ട്. അതുപോലെ 2 പാക്കറ്റ് നെയ്യ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പൊങ്കാല പായസത്തിലിടാനായിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ തേങ്ങയൊക്കെ കുറച്ച് ചിലവിൽ കൊണ്ടുപോകാം. അതുപോലെ നമ്മുടെ കശുവണ്ടി, ഉണക്കമുന്തിരി അതൊക്കെ കൊണ്ടുപോകാം. പിന്നെ ഏലക്കായ വേണമെങ്കിൽ ഏലക്കായ കൂടി കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് റെഡിയാക്കി കൊണ്ടുപോകാം. പിന്നെ നമ്മൾ 9 മണിയൊക്കെ ആയപ്പോൾ പൊങ്കാലയുടെ അടുപ്പിൽ കത്തിക്കാൻ തുടങ്ങി. ഭണ്ഡാരടുപ്പിൽ തീ കൊളുത്തി കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ തീ ആക്കി. അപ്പോൾ ഇതാ ഓരോ വിറകൊക്കെ വെച്ചിട്ട് നന്നായിട്ട് തീ പിടിപ്പിക്കുകയാണ്. വിറകൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും, ഓലയും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമുക്ക് തീ
പിടിപ്പിക്കുക കേട്ടോ. പിന്നെ നല്ല വെയിലുമായിരുന്നു, അതുപോലെ നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പുകയാനൊക്കെ തുടങ്ങി. എങ്ങനെയാണെങ്കിലും നന്നായി തീയൊക്കെ പിടിച്ചിട്ട് വെള്ളമൊക്കെ നന്നായി ചൂടാവാൻ തുടങ്ങി. വെള്ളമൊക്കെ അങ്ങനെ നന്നായി ചൂടായതിന് ശേഷം നമ്മൾ അരി ഇട്ടാൽ മതി. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഒരു പാത്രത്തിൽ അരി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അരി 2-3 പ്രാവശ്യമൊക്കെ കഴുകിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ പൊങ്കാലിടാൻ പോകുമ്പോൾ കൊണ്ടുപോകേണ്ട സാധനങ്ങൾ, ഇപ്പോൾ നമ്മുടെ ഈ കല അടച്ചു വെക്കാൻ ഒരു പാത്രം കൊണ്ടുപോകാം. പിന്നെ നമുക്ക് ഇങ്ങനെ തേങ്ങ ചിരവിയതും അതുപോലെ കാഷ്യൂ, മുന്തിരി, നെയ്യ് അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടുപോവാം. പിന്നെ ഇത് ഇളക്കാനായിട്ട് ഒരു കയ്യിൽ, അതിപ്പോൾ നമ്മൾ മരത്തിൻ്റെ തവിയൊക്കെ ആണെങ്കിൽ നമുക്ക് എടുത്തിട്ട് പോവാം. പിന്നെ നമ്മൾ അരി കഴുകാനുള്ള ഒരു പാത്രവും, അതുപോലെ തന്നെ നമുക്ക് വെള്ളം പിടിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു അടപ്പുള്ള ഒരു പാത്രവും നമുക്ക് എടുത്തിട്ട് പോവാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ വെള്ളമൊക്കെ നന്നായി ഒന്ന് ചൂടായി തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അരി ഇടാം കേട്ടോ. കഴുകി വൃത്തിയാക്കി അരി ഇടുക. അതിന് ശേഷം നമ്മൾ അടുപ്പ് കത്തിച്ചുകൊണ്ടിരിക്കുക, പുകയാതെ അങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ഫസ്റ്റ് അരി ഇട്ടിട്ട് തൂവി വരുമല്ലോ, അതാണ് നമ്മൾ ഫസ്റ്റ് നമ്മുടെ പൊങ്കാല തിളച്ച് വരുന്ന സമയത്ത് ഇങ്ങനെ എല്ലാവരും കുരവയിടും കേട്ടോ. എനിക്ക് കുരവിടാനൊന്നും അങ്ങനെ വന്നിട്ടുണ്ടായില്ല, അതുകൊണ്ട് ഞാനങ്ങനെ സൗണ്ടൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പ്രാർത്ഥിച്ച് അമ്മേ നാരായണ ദേവി നാരായണ പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ അതിന് ശേഷം പിന്നെ നമുക്ക് ഇളക്കി കൊടുക്കാം. പിന്നെ അരി ഇടുമ്പോൾ തന്നെ എല്ലാവരും കയ്യിൽ ഒരു പിടി അരി ഇങ്ങനെ എടുത്തിട്ട് 3 പ്രാവശ്യം കലത്തിന് ചുറ്റും ഇങ്ങനെ 3 പ്രാവശ്യം പ്രാർത്ഥിച്ച് ഇങ്ങനെ വട്ടം കറക്കിയിട്ടാണ് അരി ഇടാറ് കേട്ടോ. അങ്ങനെ 3 പ്രാവശ്യം ഇട്ടിട്ട് അതിന് ശേഷം നമ്മുടെ മൊത്തത്തിലുള്ള അരി നമുക്ക് ഇട്ട് കൊടുക്കുക കലത്തിൽ. ഫസ്റ്റ് അരി ഇടുമ്പോൾ നമ്മൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അതിന് ശേഷം നമ്മൾ ഇങ്ങനെ കത്തിച്ചിട്ട് പിന്നെ ഫസ്റ്റ് തിളച്ച് വരുന്നത് ഏത് ഭാഗത്തേക്കാണെന്നൊക്കെ നോക്കാം. പക്ഷെ അങ്ങനെയൊന്നുമില്ല, പൊങ്കാലയ്ക്ക് ഇടുവാണെങ്കിൽ ഏത് ഭാഗം വന്നാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ അത്രയും പ്രാർത്ഥിച്ചിട്ട് ദേവിയെ പ്രാർത്ഥിച്ചിട്ട് ചെയ്യുന്ന കാര്യമായതുകൊണ്ട് എങ്ങനെ വന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ കിഴക്കോട്ട് ആവണമെന്നോ പടിഞ്ഞാറാട്ടോ അങ്ങനെയുള്ള ചിന്താഗതിയൊന്നും ഇല്ല ഇതിൽ. എങ്ങോട്ട് വീണാലും നല്ലത് തന്നെയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ അതിന് ശേഷമാണ് നമ്മൾ ഇളക്കി കൊടുക്കുന്നത് കേട്ടോ. അതുവരെ നമ്മൾ കയ്യിൽ വെച്ച് അങ്ങനെ ഇളക്കാറില്ല. ഫസ്റ്റ് ഒന്ന് തിളച്ച് ഇങ്ങനെ പുറത്തോട്ട് ഒഴുകിയതിന് ശേഷം നമുക്ക് പിന്നെ ഇളക്കിയൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ നന്നായി കത്തിക്കുക. പിന്നെ നമ്മൾ ഈ ഇട്ടിരിക്കുന്ന അരി നന്നായി വേവണമല്ലോ, വെന്തതിന് ശേഷം മാത്രം ശർക്കരയൊക്കെ ചേർത്താൽ മതി കേട്ടോ. നമുക്ക് എപ്പോഴും ടൈം ഉണ്ടാവും, പക്ഷെ നമുക്കൊരു ടെൻഷനായിരിക്കും. എനിക്കൊക്കെ നല്ല ടെൻഷൻ ഉണ്ടാവാറുണ്ട്, എന്തിനാണെന്നറിയില്ല, എന്നാലും നല്ല ടെൻഷൻ ഉണ്ടാവാറുണ്ട്. നമുക്കിഷ്ടംപോലെ ടൈം ഉണ്ടാവും ചെയ്യാനൊക്കെ കാര്യങ്ങൾ. അവരായി ഇവരായി എന്ന് പറഞ്ഞിട്ട് നമ്മളതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നിന്ന് നല്ല രീതിക്ക് കത്തിക്കുക, എന്നിട്ട് നല്ല രീതിക്ക് തന്നെ നമ്മുടെ പൊങ്കാല പായസം റെഡിയാവും കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ അവിടെ ഗസ്റ്റായിട്ട് നമ്മുടെ സിനിമാ നടി ശാന്തി കൃഷ്ണ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഭണ്ഡാരടുപ്പിൽ തീ കത്തിക്കുമ്പോഴും അവിടെ അരിയിടുമ്പോഴും അവരുണ്ടായിരുന്നു. നമ്മളതിൻ്റെ പിന്നെ വീഡിയോസ് കണ്ടതാണ് കേട്ടോ ഞാനിതിൽ ചേർത്തിരിക്കുന്നത്. എല്ലാവരും പോയിട്ട് കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തതൊക്കെ കണ്ടു കേട്ടോ. മൈക്കയിൽ കൂടി ഫസ്റ്റ് തന്നെ ഒരു പ്രാർത്ഥനയായിട്ടോ നമുക്കിത് ചൊല്ലിത്തരുന്നുണ്ടായിരുന്നത്. അതിന് ശേഷമാണ് നമ്മുടെ അടുപ്പൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ. പിന്നെ ഈ ശാന്തികൃഷ്ണ മാമും ഒരു സ്പീച്ചൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ മൈക്കിൽ. അപ്പോൾ അവിടെ ഇരുന്ന് പിന്നെ കുറേ ഡാൻസും പരിപാടികളും, ഇത് കുറച്ച് ദിവസത്തെ ആഘോഷമാണ്. 2-3 ദിവസം മുമ്പ് തന്നെ കലാപരിപാടികളും അതുപോലെ പൂത്താലി അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ശ്രീചക്ര പൂജ അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. നമുക്ക് 2-ാം തീയതി ആയിരുന്നു ഈ ചക്കുളത്ത് പൊങ്കാല ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനത്തെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ നമ്മൾ പൊങ്കാലയൊക്കെ ഇട്ടു, പായസമൊക്കെ ഇങ്ങനെ അരിയൊക്കെ തിളച്ചുകൊണ്ടിരിക്കുവാണ്. അരിയൊക്കെ നന്നായി ഒരുവിധം ആയതിന് ശേഷം നമ്മൾ തന്നിരിക്കുന്ന ശർക്കര നമുക്കതിലേക്ക് ചേർക്കാം. അതിനുശേഷം ശർക്കരയൊക്കെ നന്നായി യോജിച്ച് ഈ പായസമൊക്കെ റെഡിയാവുന്ന ടൈമിൽ നമ്മൾ ചിരകി കൊണ്ടുവന്ന തേങ്ങയും അതുപോലെ കശുവണ്ടി, ഉണക്കമുന്തിരി, പിന്നെ നെയ്യ്, ഏലക്ക പൊടിച്ചതുണ്ടെങ്കിൽ അത് അങ്ങനെ അതൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പായസത്തിന് കുറച്ചും കൂടി ടേസ്റ്റൊക്കെ ആവാനായിട്ട് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കുക. അതില്ലെങ്കിലും ഈ ശർക്കര മാത്രമാണെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നെയ്യ് അവർ തന്നിട്ടുണ്ടാവും. 2 പാക്കറ്റ് നെയ്യ് ഉണ്ടായിരുന്നു. 1 പാക്കറ്റ് നെയ്യ് നമ്മൾ പായസത്തിൽ ഒഴിച്ചു. അതിനുശേഷം മറ്റേ പാക്കറ്റ് നമ്മൾ ആ ചെരാത് കത്തിച്ച് വെച്ച് അതിലാണ് ആക്കുന്നത്. ഇനി നമ്മൾ പിന്നെ നമ്മുടെ പൊങ്കാല പായസമൊക്കെ റെഡിയായ സമയത്ത് നമ്മൾ ജസ്റ്റ് ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ നിന്നിട്ട് ജസ്റ്റ് സെൽഫീസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെയാണത്. പിന്നെ നല്ല വെയിലായതുകൊണ്ട് നമ്മൾ കുറച്ച് തണുപ്പത്തേക്ക് മാറി നിന്നിട്ടുണ്ടായിരുന്നു. പായസം ആയത് നമ്മൾ അടച്ചു വെച്ചു, എന്നിട്ട് ജസ്റ്റ് ഒന്ന് അപ്പുറത്തോട്ട് മാറി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ പൊങ്കാല പായസമൊക്കെ ഇതാ നല്ല രീതിക്ക് തന്നെ റെഡിയായി കേട്ടോ. പിന്നെ ഞാൻ പഴം അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 പഴം കൂടി ഞാനിതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ പായസമൊക്കെ റെഡിയായി. അപ്പോൾ മക്കൾ വന്നിട്ട് എൻ്റെ അടുത്ത് വാട്ടർമെലൺ വേണോ, അങ്ങനെ നാരങ്ങ വെള്ളം വേണോ, മോരും വെള്ളം വേണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാവരുടെയും ഒരുവിധം പായസമൊക്കെ റെഡിയായി. എല്ലാവരും സൈഡിലോട്ടൊക്കെ അങ്ങനെ മാറി നിൽക്കുവാണ് കേട്ടോ. നല്ല വെയിലായിരുന്നു. നമ്മൾ എന്താണെങ്കിലും ഒരു 11-11:30 ആകുമ്പോഴേക്കും കഴിഞ്ഞു കേട്ടോ. പക്ഷേ ഇത് നല്ല ഇങ്ങനെ ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ മരങ്ങളൊന്നും അല്ലല്ലോ, അതുകൊണ്ട് നല്ല വെയിലടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെയാണെങ്കിൽ നാരങ്ങ വെള്ളവും മോരും വെള്ളവും ഒക്കെ ആയിട്ട് എല്ലാം കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും വാങ്ങി കുടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫ്രൂട്ട് സാലഡാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനി പൊങ്കാല പായസം ആയതിനു ശേഷം ചിലവർ കഴിക്കുന്നുണ്ട്, അതല്ലാതെ ഇടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് കഴിക്കാം കേട്ടോ. ലൈറ്റ് ഫുഡ് ആയതുകൊണ്ട് നമുക്ക് കഴിക്കാം. പിന്നെ ഇത്രയും വെയിലത്ത് ഡീഹൈഡ്രേഷൻ ഒന്നും ആവേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ കുടിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അതിൻ്റെ ഇടയിലും. അപ്പോൾ ഇത് അങ്ങനെയൊക്കെയാണ് നമ്മുടെ പൊങ്കാല വിശേഷങ്ങൾ. അങ്ങനെ പൊങ്കാല പായസമൊക്കെ റെഡിയായി. ഇനി അവിടുത്തെ പൂജയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ തെളിക്കാനായിട്ട് വരും. അതുപോലെ ഇത് നിറയെ ആൾക്കാരുണ്ട് കേട്ടോ. ബാംഗ്ലൂരിൽ എവിടെ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടാണ് ഈ പൊങ്കാല ഇടുന്നത് അറിയാമോ. നമ്മൾ തന്നെ ദാസറഹള്ളിയാണ്, നമുക്ക് മാധവാലേക്ക് കുറച്ച് ദൂരമുണ്ട്, എന്നാലും നമുക്ക് കുറച്ച് അടുത്താണ്. പക്ഷേ എല്ലാവരും കുറേ ദൂരെയുള്ള സ്ഥലങ്ങളിലൊക്കെ എല്ലാ മലയാളീസും അതുപോലെ കന്നഡക്കാരും തമിഴരും എല്ലാവരും വന്നിട്ട് പൊങ്കാലയൊക്കെ ഇടാറുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ എപ്പോഴും വെക്കേഷൻ ടൈമിലാണ് ഒരുവിധം ഉണ്ടാവാറ്. നമുക്കപ്പോൾ അത് ഇടാനും പറ്റാറില്ല. നമ്മൾ വെക്കേഷനായി എല്ലാ പ്രാവശ്യവും നാട്ടിലോട്ട് പോവാറുണ്ട്. ഇപ്രാവശ്യത്തെ വെക്കേഷൻ സമയത്ത് നമ്മൾ വിഷുവിനാണ് നാട്ടിൽ പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പൊങ്കാല ഇടാനും പറ്റിയിട്ടോ. അപ്പോൾ എന്താണെങ്കിലും പൊങ്കാല പായസമൊക്കെ റെഡിയായി. ഇനി നമ്മൾ അവരവിടെ തെളിക്കാനായിട്ട് വരുന്നത് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ തെളിക്കാൻ വരാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമായിരുന്നു. പായസമൊക്കെ റെഡിയായി. അതൊക്കെ അടച്ചു വെച്ച് അടുപ്പിൻ്റെ മേലെ തന്നെ കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു. ഇറക്കി ഒന്നും വെക്കേണ്ട, ഇവർ വന്ന് തെളിച്ച് പോയതിന് ശേഷം നമുക്ക് ഇറക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും വെയിറ്റിംഗ് ആണ്. പിന്നെ ഇതാ വെയിൽ കാരണമൊക്കെ കുറേ പേരൊക്കെ മാറി നിൽക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ പൊങ്കാലയ്ക്ക് മുമ്പ് തോർത്ത് എന്താണെങ്കിലും കൊണ്ടുപോകണം നമ്മുടെ തലയിൽ ഇടാനായിട്ട്. പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളാണ് പൊങ്കാലയ്ക്ക് മുമ്പ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അപ്പോൾ എനിക്ക് അറിയാവുന്ന കുറേ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത്. പിന്നെ മക്കൾ എൻ്റെ അടുത്ത് പറഞ്ഞു വലിയ കാര്യത്തിൽ അമ്മ ഞങ്ങൾ വീഡിയോ എടുക്കാമെന്നൊക്കെ. പക്ഷേ വെയിലും അതുപോലെ ഈ പുകയൊക്കെ അടിച്ചപ്പോൾ എല്ലാവരും ഓരോരോ ഭാഗത്തേക്ക് പോയി കേട്ടോ. അതുകൊണ്ട് മൊത്തത്തിൽ നിറയെ വീഡിയോസ് എടുക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റിയിട്ടുണ്ടായില്ല. പറ്റുന്ന അത്രയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കിട്ടിയ വീഡിയോസൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു വ്ളോഗൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ചക്കുളത്തമ്പലത്തിൽ വന്നിട്ട് പൊങ്കാല ഇടാൻ പറ്റിയതൊക്കെ തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് കാണണു. നാട്ടിലാണെങ്കിലും പോയി ഇടാൻ പറ്റാറില്ല, ശ്രമിച്ചിട്ടുമില്ല അതിന്. ഞങ്ങളുടെ ആ സൈഡിലൊന്നും പൊങ്കാല എന്നൊക്കെ പറയുന്നത് ഇപ്പോഴാണ് ഇങ്ങനെ ഇതായി. ഇപ്പോൾ എല്ലാ അമ്പലങ്ങളിലും ചെയ്യുന്നതൊക്കെ കേൾക്കുന്നത് കേട്ടോ. മുന്നേ ഒന്നും നമ്മുടെ സൈഡൊന്നും പൊങ്കാലയൊന്നുമില്ല. നമുക്ക് ആറ്റുകാൽ പൊങ്കാല അറിയാം, അതല്ലാതെ നമ്മൾ പോയി ചെയ്തിട്ടോ ഇട്ടിട്ടോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ബാംഗ്ലൂർ വന്നിട്ടാണ് ഞാൻ ഈ 2 പൊങ്കാല ഇട്ടത്. ആറ്റുകാൽ പൊങ്കാലയാണെങ്കിലും ചക്കുളത്ത് പൊങ്കാലയാണെങ്കിലും ഇവിടെ വന്നിട്ടാണ് കേട്ടോ ഞാനിതൊക്കെ ചെയ്തത്. അപ്പോൾ അതൊക്കെ നല്ലൊരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കാണുന്നുണ്ട്. പിന്നെ ഇതാ തെളിക്കാനായിട്ട് ഇങ്ങനെ ദേവിയെ എഴുന്നള്ളിച്ച് വെളിച്ചപ്പാടും അതുപോലെ കൊട്ടും മേളവും വാദ്യമൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓരോരുത്തരും അടുപ്പിൻ്റെ അവിടെ എത്തിയിട്ടും അവർ ഇങ്ങനെ പൂവൊക്കെ ഇട്ടിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരുടെയും ചുറ്റി നടന്ന് ഇങ്ങനെ ചെയ്യുക. ഇത് നിറയെ ആൾക്കാരുണ്ട് കേട്ടോ, ഈ സൈഡും ആ സൈഡും അതുപോലെ 2-3 സൈഡിൽ തന്നെ ഇങ്ങനെ കുറേ ആൾക്കാർ വെയിറ്റിംഗ് ആണ് കേട്ടോ. ഇവർ വരുന്ന സമയത്ത് ആ ചെറിയ നമ്മുടെ ചെരാതിൽ നെയ്യ് ഒഴിച്ചിട്ട് തിരിയിട്ട് കത്തിച്ച് വയ്ക്കുക. അതുപോലെ ചന്ദനത്തിരിയും കത്തിച്ച് വയ്ക്കുക കേട്ടോ. കർപ്പൂരം ഉണ്ടെങ്കിൽ കർപ്പൂരം കത്തിച്ച് വയ്ക്കുക കേട്ടോ. അപ്പോൾ അതും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പൊങ്കാല പായസത്തിൻ്റെ മേലെ ഇങ്ങനെ തെളിച്ചൊക്കെ കഴിഞ്ഞ് പോയി. പിന്നെ ഇനി നെക്സ്റ്റ് ഉള്ളത് നമ്മൾ ഈ പായസമൊക്കെ എടുത്തിട്ട് പോവുകയാണ്. അപ്പോൾ ഇതാ നമ്മൾ പായസമൊക്കെ വെക്കാനായിട്ട് കുറച്ച് കടലാസ് നമ്മുടെ ന്യൂസ് പേപ്പർ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കങ്ങനെ കലത്തിനെ ഇങ്ങനെ പൊതിഞ്ഞിട്ട് നമ്മുടെ സഞ്ചിയിലാക്കി ഇറക്കി വയ്ക്കാം. അതിനുശേഷം ഫുഡിൻ്റെ ക്യൂ ആണ് കേട്ടോ. അപ്പോൾ പിള്ളേരെ വെച്ചിട്ട് ഞാനും
ഇതാ ഫുഡൊക്കെ കഴിക്കാൻ പോയി. പിന്നെ നമ്മുടെ സഞ്ചി സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടെ സൈഡിൽ വെച്ചു കേട്ടോ. അതിനുശേഷം ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ നല്ലൊരു സദ്യയായിരുന്നു ഉണ്ടായിരുന്നത്. പ്ലേറ്റിൽ തന്നെയായിരുന്നു ചോറും അതുപോലെ സാമ്പാർ, പിന്നെ ഒരു മസാലക്കറി, അവിയൽ, അച്ചാർ, ഉപ്പേരി, പപ്പടം, പായസം, അങ്ങനെ കുറേ പച്ചടി, അങ്ങനെ കുറേ ഐറ്റംസൊക്കെയുള്ള നല്ലൊരു ഫുഡ് തന്നെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. എല്ലാവരും ഇത്ര വെയിലത്ത് നിന്നൊക്കെ ക്ഷീണിച്ചിട്ട് എല്ലാവരും ടയേർഡായിരുന്നു. പിന്നെ രാവിലെ ആരും ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ, പൊങ്കാലയിടാൻ വരുന്നവരും തൊഴാൻ വരുന്നവരൊക്കെ. പിന്നെ നമ്മൾ അമ്പലത്തിൽ വന്ന് തൊഴുതതിന് ശേഷമാണ് കേട്ടോ പൊങ്കാലയുടെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അമ്പലത്തിൽ വന്ന് തൊഴുവാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഇതാ നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിക്കാനുള്ള ക്യൂ ആണ്. ഇനി ഫുഡ് കഴിക്കുന്ന വീഡിയോ കാണിക്കാം. അതിന് ശേഷം നമ്മൾ ബാക്കി അവിടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് കണ്ടിട്ടുണ്ട്. നമുക്ക് എന്താണെങ്കിലും നല്ലൊരു ഊണ് തന്നെ കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. നല്ല ചോറും സാമ്പാറും കറികളൊക്കെ ആയിട്ട് നമ്മൾ നന്നായി ആസ്വദിച്ചിട്ടൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ പായസമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോരോ സെറ്റായിട്ട് ഇവരെല്ലാം ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് കറികളും എല്ലാം. അവിടെ ടാർപ്പായൊക്കെ ഇട്ടതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു കളറ് വന്നിരിക്കണത്. നല്ല വെയിലല്ലേ, അതുകൊണ്ട് ഷീറ്റൊക്കെ ഇട്ടതുകൊണ്ടാണ് ഈ ഒരു കളറ് വീഡിയോയ്ക്ക് വന്നത് കേട്ടോ. അപ്പോൾ നമ്മളിനി ഭക്ഷണമൊക്കെ കഴിക്കട്ടെ. അപ്പോൾ ഇതാ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കഴിച്ച് കഴിയാറായി. ഇനി നമ്മൾ കൈയൊക്കെ കഴുകിയിട്ട് നമ്മൾ പുറത്ത് കുറച്ച് ഡാൻസ് പരിപാടികളൊക്കെ ഉണ്ടെന്ന് കേട്ടോ. അപ്പോൾ അതൊക്കെ ജസ്റ്റ് പോയി നോക്കാമെന്ന് വിചാരിച്ചു. ഈ ദേവു ആണെങ്കിലും ഞാൻ പൊങ്കാലിടുന്നതിൻ്റെ ഇടയിൽ പോയിട്ട് ഡാൻസ് പരിപാടികളൊക്കെ കാണുമായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഇവർക്കാണെങ്കിൽ പിന്നെ ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ട് അവിടെ. നമുക്കറിയുന്ന തന്നെ കുറേ നമ്മുടെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ മക്കളൊക്കെ ആയിട്ട് ഇവർ ഭയങ്കര എൻജോയ് ചെയ്ത് നടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഡാൻസ് കാണണമെന്നും പറഞ്ഞിട്ട് അവിടെ കുറച്ച് നേരം പോയിരുന്നു കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ അമ്പലം. ഇതാണ് നമ്മുടെ ചക്കുളത്ത് കാവ്, ചക്കുളത്ത് ദേവി ടെമ്പിൾ, മാധവാര കേട്ടോ, ബാംഗ്ലൂരുള്ളത്. അപ്പോൾ ഇതാണ് അമ്പലം. അവിടെ ഉള്ളിലാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അതിൻ്റെ പുറത്തായിരുന്നു നമ്മൾ പൊങ്കാലയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാ ഇവിടെ സ്റ്റേജിൽ ഇതാ കുട്ടികൾ പരിപാടികളൊക്കെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുക. നല്ല രസമുണ്ടായിരുന്നു പരിപാടികളൊക്കെ കാണാൻ. ക്ലാസിക്കൽ ഡാൻസൊക്കെ ആയിട്ട് നല്ല പരിപാടികളായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ അമ്പലത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മൊത്തത്തിലൊന്നും വീഡിയോ എടുത്തിട്ടില്ല, ജസ്റ്റ് അമ്പലത്തിൻ്റെ ബാക്ക് സൈഡൊക്കെയാണത്. നമ്മൾ ഫ്രണ്ട് സൈഡിലായിരുന്നു നമ്മൾ പൊങ്കാലിട്ടതും പിന്നെ ചെണ്ടമേളം അങ്ങനെയെല്ലാം നമ്മുടെ ഫ്രണ്ട് സൈഡിലായിരുന്നു കേട്ടോ. ഇതൊക്കെ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് വിറകൊക്കെ കൊണ്ടുവന്ന് അടുക്കിയതാണ്. ഇപ്പോൾ ഇവിടെ നിന്നൊക്കെയാണ് നമ്മൾ വിറകൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെ നിന്നാണ് നമുക്ക് കലമൊക്കെ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെയാണ് ഇതാ. എല്ലാവരും പൊങ്കാലയിടലൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പോയി അവരവരുടെ കലമൊക്കെ എടുത്തിട്ട് പോയി. ബാക്കിയുള്ളതൊക്കെയാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടോ ഈ ഭാഗത്തും ഉണ്ട്. അതുപോലെ നമ്മളിട്ടത് ഈ സൈഡായിരുന്നില്ല കേട്ടോ, അമ്പലത്തിൻ്റെ അപ്പുറത്തെ സൈഡായിരുന്നു. ആ കാണുന്നതാണ് അമ്പലം, അതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് നമ്മളിട്ടത്. അവിടെ തന്നെ നീണ്ട ആൾക്കാരാണ് കേട്ടോ. രണ്ട് സൈഡും ആ സൈഡിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് മൂന്നാമത്തെ സൈഡാണ് കേട്ടോ. അപ്പം നിറയെ ആൾക്കാർ ഇട്ടിട്ടുണ്ടായിരുന്നു പൊങ്കാലയൊക്കെ. അപ്പോൾ ഇതൊക്കെ കണ്ടോ, നല്ല നീണ്ടിങ്ങനെ കിടക്കുവാണ്. അപ്പോൾ അമ്പാടിയൊക്കെ അതായത് നടന്ന് ക്ഷീണിച്ചു. ഇനി ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഫുഡ് അങ്ങ് കഴിച്ച് എണീറ്റതേ ഉള്ളൂ. ഇനി ഐസ്ക്രീം കൂടി വേണം പറയുന്നത്. ശരി, ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് പോയി ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ ചേട്ടനെ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടനൊക്കെ വന്നിട്ട് പിന്നെ നമ്മൾ പോവാൻ ഇനി റെഡി ആവുകയാണ് കേട്ടോ. അപ്പോൾ സഞ്ചിയൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് അമ്പലത്തിൻ്റെ ഫ്രണ്ട് സൈഡാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഓരോ പഞ്ചവാദ്യം അങ്ങനെ ഓരോ പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ പൂജകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ പൊങ്കാലയിട്ട സ്ഥലം കേട്ടോ. രണ്ട് സൈഡും തന്നെ നീണ്ടിങ്ങനെ കിടക്കുവാണ്. ഇത്രയും ആൾക്കാരാണ് ഇവിടെ പൊങ്കാല ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ പൊങ്കാലയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത പ്രാവശ്യത്തെ പൊങ്കാല ഇടാം അല്ലേ. അപ്പോൾ ഇതാ നമ്മൾ ഇനി പോകാൻ റെഡി ആയി കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഇനിയും പൊങ്കാലയൊക്കെ ഇടാൻ എല്ലാവർക്കും സാധിക്കട്ടെ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോഴത്തേനും ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മൾ ബാഗൊക്കെ എടുത്തിട്ട് പോവുകയാണ് കേട്ടോ. പിള്ളേർക്ക് വെക്കേഷൻ ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും പോകാൻ പറ്റി പൊങ്കാല ഇടാനൊക്കെ ആയിട്ട്. അപ്പോൾ അതാ രണ്ടാളും ഐസ്ക്രീമൊക്കെ കഴിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുവാണ്. അതിൻ്റെ ഇടയിൽ ഞാനും കുറച്ച് വാങ്ങിയൊക്കെ കഴിച്ചിട്ടുണ്ടായി. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. നമ്മുടെ വീട്ടിൽ നിന്നാണെങ്കിലും കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ ഈ മാധവാര പറഞ്ഞ സ്ഥലത്തേക്ക്. അപ്പോൾ അതാ നമ്മളിനി തിരിച്ചു പോവുകയാണ്. നല്ല വെയിലായിട്ടുണ്ട്. പിന്നെ ഈ സഞ്ചിയൊക്കെ പിടിച്ചിട്ട് പോകണമല്ലോ പിള്ളേരെ വെച്ചിട്ട്. അപ്പോൾ എന്താണെങ്കിലും ചേട്ടൻ വന്നുകൊണ്ട് ഉപകാരമായി. പിന്നെ ഇതാ ഇപ്പോൾ ബാംഗ്ലൂരിൽ പിങ്ക് ബ്ലോസമാണ്. എല്ലാ മരങ്ങളും ഇങ്ങനെ പിങ്ക് കളറിലുള്ള പൂവിട്ടുകൊണ്ട് നിൽപ്പുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനും അങ്ങനെ കണ്ടപ്പോൾ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തതാണ് കേട്ടോ വരുന്ന വഴി. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാമല്ലേ. അടുത്ത വിഷയം
അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എനിക്കറിയാവുന്ന പൊങ്കാലയുടെ കാര്യങ്ങളും പൊങ്കാല വിശേഷങ്ങളൊക്കെയാണ് പങ്കുവച്ചിരിക്കുന്നത്. പൊങ്കാല എങ്ങനെ ഇടണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാവുന്ന രീതിയിൽ ഞാൻ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ബാംഗ്ലൂർ വിശേഷങ്ങൾ അറിയാൻ എൻ്റെ ചാനൽ എന്താണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. എന്നാൽ ബൈ ബൈ ഫ്രണ്ട്സ്, നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്